കൊച്ചി നഗരത്തിൽ പെരുമ്പാമ്പ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപം മരത്തിലാണ് പാമ്പ് കയറിയത്. നിഷ ദിലീപ് അവിടെ നിന്ന് ചേരുന്നു. നിഷ, പാമ്പിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അനു, പാമ്പിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. അവർ പ്രഷറിൽ വെള്ളമടിച്ചും ഈ പാമ്പിനെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒരു ദ്രവിച്ച് ഇരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് മുകളിൽ കയറി പാമ്പിനെ പിടികൂടാൻ കഴിയില്ല. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപം ഉള്ള സ്ഥലത്ത്, ഒരു കാട് പിടിച്ച സ്ഥലമാണ്, അവിടെയാണ് ഒരു വലിയ മരത്തിൽ ഈ പെരുമ്പാമ്പിനെ കണ്ടത്. ഇതിലെ പോയ ആളുകളാണ് പെരുമ്പാമ്പിനെ കണ്ടത്. പിന്നീട് ആ സമയത്ത് പാമ്പ് ഈ വലിയ മരത്തിന് മധ്യഭാഗത്തെ ഒരു കമ്പിലാണ് ഇരുന്നത്. പിന്നീട് പാമ്പ് ഇത് കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാമ്പ് ഈ മരത്തിൻ്റെ ഒരു കനം കുറഞ്ഞ ഒരു ചില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മരത്തിന് മുകളിലേക്ക് കയറി പിടികൂടുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് വെള്ളം പ്രഷർ ചെയ്ത് മുകളിലേക്ക് വെള്ളം അടിച്ച് ഈ പാമ്പിനെ പിടികൂടാനുള്ള ആദ്യ ഒരു ശ്രമം ഇവിടെ നടക്കാൻ പോകുന്നത്. അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തിയത്. അല്പസമയത്തിനകം തന്നെ ഫോറസ്റ്റിൽ നിന്നുള്ള ആളുകൾ, വനംവകുപ്പിൻ്റെ ആളുകളും ഇവിടെ എത്തും. എന്തായാലും പാമ്പിനെ പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മരത്തിൻ്റെ ചില്ലയുടെ ഏറ്റവും മുകളിലെ ചില്ലയിലേക്ക് പാമ്പ് മാറുന്നുണ്ട്. ആളുകളൊക്കെ ഇവിടെ വളരെ അധികം ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതൊരു കാട് പിടിച്ച്, നഗരത്തിന് നടുക്കാണെങ്കിൽ പോലും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പും പെരുമ്പാമ്പിനെ ഇവിടെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളുണ്ട്. നഗരമാണെന്ന് പറഞ്ഞാൽ പോലും ഇതുപോലെ അഴുക്കും കാടുമൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇതിനു മുൻപും പാമ്പുകൾ എത്തിയതായി ആളുകൾ പറയുന്നുണ്ട്. അത് സാധാരണ പെരുമ്പാമ്പ് വരാറുള്ളത് ഈ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും ഈ വെള്ളപ്പൊക്കം ആ സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ പാമ്പുകൾ ധാരാളമായി എത്തുന്നത്. എന്തായാലും ഈ ഭാഗത്ത് പാമ്പുണ്ട് എന്ന് ഇതിനു മുൻപ് കണ്ട ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി, ഇത് കൃത്യമായി പറഞ്ഞാൽ എറണാകുളം ശിവക്ഷേത്രത്തോട് ചേർന്ന് ഉള്ള റോഡിൻ്റെ വാഹനങ്ങളൊക്കെ ഇടതടവില്ലാതെ പോകുന്ന റോഡിന് സൈഡിൽ ഉള്ള ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള മരത്തിലാണ് പാമ്പ് കയറിയത്. 9 മണിയോടുകൂടിയാണ് പാമ്പിനെ ഇതിലെ പോകുന്ന ആളുകൾ കണ്ടത്. പിന്നീട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും പോലീസിനെയും ഒപ്പം തന്നെ വനംവകുപ്പിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അംഗങ്ങൾ ഈ പാമ്പിനെ ഏത് രീതിയിൽ പിടികൂടും എന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കാട് പിടിച്ച സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. നിഷ, നിങ്ങൾ നിൽക്കുന്നത് അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് വ്യക്തവുമാണ്. പക്ഷെ എങ്കിലും ഈ കൊമ്പിൽ പാമ്പ് ഉണ്ട്, ഇപ്പോഴും പെരുമ്പാമ്പ് ഉണ്ട് എന്ന് നിഷ തന്നെ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ക്യാമറ അടുത്തുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? പെരുമ്പാമ്പിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ ക്യാമറയിലൂടെ, ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അതിന് കഴിയുമോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്? കാരണം നേരത്തെ കാണിച്ചപ്പോഴും ആ ചില്ലകളും മരത്തിൻ്റെ ചില ഭാഗങ്ങളും മാത്രമേ ദൃശ്യമാവുന്നുണ്ടായിരുന്നുള്ളൂ. പാമ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പ്രശ്നമാണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പാമ്പിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഈ ദൃശ്യങ്ങളിലൂടെ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഏണിയൊക്കെ വെച്ച് പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം നേരത്തെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. കാരണം അവിടെ ഫയർഫോഴ്സ് നിൽക്കുന്ന പ്രദേശത്ത് ഏണിയൊക്കെ ചാരി വെച്ചിരിക്കുന്നു. പക്ഷെ അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരുമ്പാമ്പ് ഉയരമുള്ള മരമാണ്. ആ മരത്തിൽ മുകളിലേക്ക് കയറി പോകുന്നതായി നേരത്തെ തന്നെ നിഷ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഇനി സമ്മർദ്ദം, ജലമൊക്കെ അടിച്ച്, ഫോഴ്സിലടിച്ച് സമ്മർദ്ദം ചെലുത്തി പാമ്പിനെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരുക്കത്തിലാണോ ഫയർഫോഴ്സ്? നിഷ, കേൾക്കാമെങ്കിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപമാണ് ഇത്. എറണാകുളം മഹാരാജാസ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിനും സമീപമാണ് ഈ മരമുള്ളത്, ഈ പ്രദേശമുള്ളത് എന്നുകൂടി മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണോ? അനു, അങ്ങനെ തന്നെയാണ്. കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിനോട് ചേർന്ന് ഉള്ള ആ ഗ്രൗണ്ടിലെ ഒരു മരമാണ് ഇത്. ഈ വലിയ മരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഈ പാമ്പ് ഈ മരത്തിൻ്റെ മധ്യഭാഗത്താണ്. നമുക്ക് ഈ മരം കണ്ടാൽ അറിയാം, നിറയെ ചില്ലകളുള്ള ഒരു മരമാണ്. പടർന്ന്
പ്രദേശമാകെ ഒരു പടർന്നു കിടക്കുന്ന പോലെ ഒരു മരമാണ്. ആ മരത്തിൻ്റെ കൊമ്പിലാണ് ഇത്തരത്തിൽ പാമ്പിരിക്കുന്നത്. പാമ്പ് ഈ മരത്തിൻ്റെ നടുക്കുള്ള ആ ഒരു ചില്ലയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് കയറി ചെറിയ ചില്ലകളിലൂടെയൊക്കെ കയറി ഈ മരത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനെ വെള്ളം പ്രഷർ ചെയ്ത് ആദ്യം നടക്കുക. ഈ മരത്തിന്റെ ചില്ലകൾ നമുക്ക് തുടരാം നിഷ ഒന്ന് സൂം ചെയ്ത് കാണിക്കൂ. ഈ പാമ്പ് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. ആ ഏറ്റവും ചെറിയ ഒരു മരത്തിന്റെ ആ ഏറ്റവും ചെറിയൊരു ചില്ലയിലാണ്. അതുകൊണ്ട് അതിനെ താഴെ ഇറക്കുക അല്ലെങ്കിൽ പിടികൂടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഏണിയൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും ആ മരത്തിന് മുകളിലേക്ക് കയറി നിന്ന് വെള്ളം പ്രഷർ ചെയ്ത് ഇതിനെ താഴേക്ക് വീഴ്ത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തുക. അതിനുശേഷം വനംവകുപ്പ് അധികൃതരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ഫോറസ്റ്റ് സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ പാമ്പിനെ പിടികൂടാനുള്ള ഒരു ശ്രമം അത് ഏത് രീതിയിൽ വേണം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ താഴെ നിന്ന് അവർ ആലോചിക്കുന്നത്. എന്തായാലും ഈ ഒരിക്കലും കയറി പിടികൂടാൻ കഴിയില്ല, ആ രീതിയിലാണ് പാമ്പിരിക്കുന്നത്. മാത്രമല്ല ഇത് പല സ്ഥലങ്ങളിലേക്ക് ഇഴഞ്ഞു പോകുന്നുണ്ട്. ഈ മരത്തിൻ്റെ ചെറിയ ചില്ലകളിലൂടെയൊക്കെ ഇഴഞ്ഞ് ഇതൊരു സൈഡിലേക്കുള്ള ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും സൈഡിലേക്ക് പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഈ പല കെട്ടിടങ്ങളുണ്ട്, അതിൻ്റെ മേൽക്കൂരയുണ്ട്. അപ്പം ഇനിയും സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെ വെള്ളം പ്രഷർ ചെയ്ത് വെള്ളം ഒഴിച്ച് താഴേക്ക് ഇട്ടാൽ പോലും അത് മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ മുകളിലേക്ക് ഏറ്റവും മുകളിലാണ് ഇപ്പോൾ. എങ്കിലും മറ്റ് സ്ഥലത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ വെള്ളം ഒഴിച്ച് താഴേക്ക് വീഴ്ത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ നിലവിൽ ഇത് ആ പാമ്പിനെ താഴെ എത്തിക്കാൻ വെള്ളം പ്രഷർ ചെയ്ത് മാത്രമേ പാമ്പിനെ താഴെ എത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പാമ്പ് ചെറിയ ചിലയിൽ ഇരിക്കുന്നുണ്ട്. അത് വീണ്ടും ഇഴഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. വലിയ ഒരു പാമ്പാണ് ഇത്. ഇതിൻ്റെ മധ്യഭാഗത്തു നിന്നും ഇഴഞ്ഞ് ഈ ഒരു സമയം കൊണ്ട് രാവിലെ 9:30 കൂടിയാണ് പാമ്പിനെ കണ്ടത്. ആ സമയം കൊണ്ട് ഇത് പതുക്കെ ഇഴഞ്ഞ് പല ചില്ലകളിലൂടെയൊക്കെ കയറിയാണ് ഇപ്പോൾ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ മരത്തിൻ്റെ സൈഡിലെ ഒരു ചില്ലയിലാണ് കയറിയിരിക്കുന്നത്. എന്തായാലും എറണാകുളം നഗരത്തിൽ ഇതിനു മുമ്പ് പാമ്പുണ്ട് എന്ന് പറയുമ്പോൾ പോലും നഗരത്തിലൊക്കെ ഇത്തരത്തിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ വഴിയിൽ കൂടെ പോകുന്ന ആളുകളും ഇതുവഴി വാഹനങ്ങളൊക്കെ നിർത്തി പാമ്പിനെ കണ്ട് ഇവിടെ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇവിടുത്തെ കൗൺസിലർ അടക്കമുള്ള ആളുകളുണ്ട്, MLA അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ പാമ്പിനെ പിടികൂടാനുള്ള ശ്രമമാണ് അടുത്തത്. അതിനായി ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വെള്ളം പ്രഷർ ചെയ്ത് ഈ പാമ്പിനെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. പാമ്പിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഏറ്റവും ചെറിയ ചില്ലയിൽ മരത്തിൻ്റെ ഏറ്റവും ചെറിയ ചില്ലയിൽ സൈഡിലേക്ക് മാറിയാണ് പാമ്പ് ഇപ്പോഴുള്ളത്. അനു, ശരി. എന്തായാലും വഴിയാത്രക്കാരാണ് ആദ്യം ഈ പാമ്പിനെ കാണുന്നത്. ഇവിടെ പൊതുവിൽ കാടുപിടിച്ച് കിടക്കുകയാണ്, പാമ്പുള്ള സ്ഥലമാണ്. പക്ഷേ എങ്കിലും ഈ ഇത്രയും വലിയ ഒരു പെരുമ്പാമ്പ് അവിടേക്ക് എങ്ങനെ എത്തി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നഗരമധ്യമാണ്. അടുത്ത മഹാരാജാസ് കോളേജിലെ ലേഡീസ് ഹോസ്റ്റലുണ്ട്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപമാണ്. നിരവധി കടകളൊക്കെ അടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അല്പസമയത്തിനകം അവിടേക്ക് എത്തും. പെരുമ്പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു.